പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന ആശയം ജനകീയ സമീപനമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സർക്കാരിന്റെ വാർഷികം ജനങ്ങൾ ആഘോഷമാക്കി. എൽഡിഎഫ് സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതികൾ രാജ്യം അംഗീകരിക്കുന്ന പദ്ധതികളായി മാറിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ദേശീയപാതയിലെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കേന്ദ്ര സർക്കാരാണ് ഇതിന് ഉത്തരവാദി. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് ദേശീയപാത വികസനം പൂർത്തിയാക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 5ാം വർഷത്തിലേക്കുള്ള പ്രവേശനം ജനങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റി. പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന ജനകീയ സമീപനം ഇടതുപക്ഷം നടപ്പാക്കി. അഴിമതിരഹിത സർക്കാർ എന്ന പ്രത്യേകതയും മതനിരപേക്ഷതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനവും സർക്കാരിന്റെ മുഖമുദ്രയായി എന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിന്റെ എല്ലാ മേഖലകളിലും സർവതല സ്പർശിയായ മേഖലകളിൽ വലിയ വളർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ്. KPCC അധ്യക്ഷനോ കോൺഗ്രസുകാരോ സർക്കാരിന് പാസ് മാർക്ക് നൽകില്ല. വികസന പ്രവർത്തനത്തെ തടയുക എന്നത് മാത്രമാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രതിപക്ഷം വമ്പൻ പരാജയമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഇല്ലല്ലോ. എന്ത് പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടായേ? എന്തെങ്കിലും ഒരു സമരം പ്രതിപക്ഷം ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനാക്കി വേണ്ടി ഗവൺമെന്റിനെതിരെ നടത്തിയോ? വികസനം തടയുക മാത്രമേ ചെയ്ത്. രണ്ടും രണ്ടാണ്. സംസ്ഥാനത്തെ പ്രതിപക്ഷം വമ്പൻ പരാജയമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. ദേശീയപാത 66ലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം പോലും സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ കൊണ്ടിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ദേശീയപാത വികസനം കേരളത്തിൽ സാധ്യമായത് LDF ഉള്ളതുകൊണ്ടാണെന്നും എന്നാൽ ഭൂമി ഏറ്റെടുക്കലല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ഇപ്പോഴ് ഇന്നലെയും ഇന്നുമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആർക്കാണതിൻ്റെ ഉത്തരവാദിത്വം എന്ന കാര്യം വ്യക്തമാക്കിയതോടുകൂടി പിന്നെ എങ്ങനെയാണ് കേരള ഗവൺമെൻറ്റിനെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യമാണ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്താ ശൃംഖലയിലെ പല മാധ്യമങ്ങളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം പ്രശ്നം പരിഹരിച്ച് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.